നമസ്കാരം. ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. റഷ്യൻ സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മോസ്കോയിൽ ഹൃദ്യമായ സ്വീകരണം. മോസ്കോയിലെ നുക്കാവോ 2 വിമാനത്താവളത്തിലെത്തിയ മോദിയെ റഷ്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡറോവ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ചു. ആചാരപരമായ സ്വീകരണത്തിന് ശേഷം മാൻഡറോവിനൊപ്പം തന്നെ മോദി ഒരേ വാഹനത്തിൽ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. പിന്നാലെ പുടിന്റെ നോവ ഒഗാരിയാവോ വസതിയിൽ ചായ സൽക്കാരത്തിനായെത്തിയ പ്രധാനമന്ത്രിയെ പുടിൻ സ്വീകരിച്ചു. ഹസ്തദാനം നൽകിയതിനൊപ്പം രണ്ട് നേതാക്കളും ഊഷ്മളമായ ആലിംഗനം നടത്തുകയും ചെയ്തു. കൂടിക്കാഴ്ചയ്ക്കിടെ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വാതോരാതെ പ്രശംസിക്കുകയും ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്റെ ജീവിതം മുഴുവൻ പൊതുസേവനത്തിനായി നീക്കിവച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ഇന്ത്യക്ക് നല്ലത് ചെയ്യുന്നുവെന്നും പുടിൻ പറഞ്ഞു. വീണ്ടും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിയെ റഷ്യൻ പ്രസിഡന്റ് അഭിനന്ദിക്കുകയും മോസ്കോയിലെത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും വ്യക്തമാക്കി. നിങ്ങൾക്ക് വളരെയധികം ഊർജ്ജമുണ്ട്. നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നു. നിങ്ങൾ 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ഈ തുടർ വിജയങ്ങൾക്ക് കാരണം. നിങ്ങളുടെ ജീവിതം മുഴുവൻ പൊതുസേവനത്തിനായി നിങ്ങൾ സമർപ്പിക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്കിടെ മോദിയോട് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ പ്രതിവർഷം 23 ദശലക്ഷം കുട്ടികൾ ജനിക്കുന്നു എന്നതാണ്. ഇതിനർത്ഥം ഇന്ത്യക്കാർ അവരുടെ ഭാവിയെക്കുറിച്ച് ആസൂത്രണം ചെയ്യുന്നു എന്നതാണ്. ഇന്ത്യക്കാർ അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നുവെന്നാണ് ഇതിനർത്ഥം. നിങ്ങളെ കണ്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, പുടിൻ കൂട്ടിച്ചേർത്തു. രാഷ്ട്രത്തിനായുള്ള തന്റെ സർക്കാരിന്റെ നയങ്ങളിൽ ഇന്ത്യൻ ജനത വിശ്വാസം ആവർത്തിച്ചുവെന്നും മോദിയും പുടിനോട് പറഞ്ഞു. ചർച്ചകൾക്കായി തന്നെ റഷ്യയിലേക്ക് ക്ഷണിച്ചതിന് പുടിനോടുള്ള നന്ദിയും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. 65 കോടി ജനങ്ങൾ വോട്ട് ചെയ്തു. ഏകദേശം 60 വർഷത്തിന് ശേഷം 3ാം തവണയും ഒരു സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടു. നേരത്തെ നെഹ്റുവിന് മാത്രമാണ് അത് സാധ്യമായത്. ഇത്തവണ എന്റെ രാജ്യത്തെ ജനങ്ങൾ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വരുന്നത് നല്ലതാണ്. അത്താഴം കഴിക്കാനും എന്നോട് സംസാരിക്കാനും നിങ്ങൾ എന്നെ ക്ഷണിച്ചു, മോദി പറഞ്ഞു. ന്യൂഡൽഹിയും മോസ്കോയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് മോസ്കോയിൽ വിമാനമിറങ്ങിയതിന് പിന്നാലെ പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നു. മോസ്കോയിൽ ഇറങ്ങി നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സവിശേഷവും വിശേഷാധികാരമുള്ളതുമായ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രത്യേകിച്ച് സഹകരണത്തിൻ്റെ ഭാവി മേഖലകളിൽ. നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ദൃഢമായ ബന്ധം നമ്മുടെ ജനങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും, പ്രധാനമന്ത്രി മോദി പറഞ്ഞു. 2019 ശേഷമുള്ള തന്റെ ആദ്യ റഷ്യ സന്ദർശന വേളയിൽ മോസ്കോയിലെ കാൾട്ടൺ ഹോട്ടലിലാണ് മോദി താമസിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കണമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ മണിപ്പൂർ സന്ദർശിക്കുകയും അദ്ദേഹത്തെ കേൾക്കുകയും ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ജനങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാകുമായിരുന്നു. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ പ്രശ്നമില്ലെങ്കിലും പ്രധാനമന്ത്രി ഇവിടം സന്ദർശിക്കണം. മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. മണിപ്പൂരിൽ പ്രശ്നബാധിത മേഖലകളും ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്ക് മണിപ്പൂരിനോട് പറയണം, ഞാൻ ഇവിടെ വരുന്നത് നിങ്ങളുടെ സഹോദരനായാണ്. മണിപ്പൂരിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. കലാപബാധിത പ്രദേശങ്ങളിലെ അവസ്ഥകളിൽ കുറച്ച് പുരോഗതി പ്രതീക്ഷിച്ചെങ്കിലും കാര്യമായ പുരോഗതി കാണാത്തതിൽ നിരാശയുണ്ടെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഉച്ചയോടെ ഇംഫാൽ വിമാനത്താവളത്തിലെത്തിയ രാഹുൽ ഗാന്ധി ജിരിബാം, ചുരാന്ത്പൂർ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ആക്രമണത്തിൽ ഇരയായവർക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. മണിപ്പൂർ ഗവർണർ അനുസൂയ യുക്കിയെയും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. ഇതൊരു വലിയ ദുരന്തമാണ്. സ്ഥിതിഗതികളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നതിൽ ഞാൻ ഗവർണറോട് അതൃപ്തി പ്രകടിപ്പിച്ചു, രാഹുൽ ഗാന്ധി പറഞ്ഞു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് രാത്രി ഇംഫാലിൽ തങ്ങുന്ന അദ്ദേഹം മണിപ്പൂർ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. വംശീയ കലാപം രൂക്ഷമായ സംസ്ഥാനത്തെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത്തവണ BJPയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് അംഗങ്ങൾ വിജയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് 2 തവണ മണിപ്പൂർ സന്ദർശിച്ച രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് ഇത്. അക്രമം നടന്ന് ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷം മണിപ്പൂർ വംശീയ സംഘർഷം ഏറ്റവും രൂക്ഷമായി ബാധിച്ച ജില്ലകളിലൊന്നായ ചുരാചന്ദ്പൂർ സന്ദർശിച്ചതായിരുന്നു മലയോര മേഖലകളിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ സന്ദർശനം. ഭാരത് ജോഡോ യാത്രയുടെ 2ാം ഘട്ടത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അടുത്ത സന്ദർശനം. വംശീയ കലാപം രൂക്ഷമായ സംസ്ഥാനത്ത് സമാധാനവും ഐക്യവും കൊണ്ടുവരും എന്ന വാഗ്ദാനവുമായിട്ടായിരുന്നു മണിപ്പൂരിൽ നിന്ന് കോൺഗ്രസ് ഭാരത് ജോഡോ യാത്ര ആരംഭിച്ചത്.